ഹായ് എവരിവൺ. അപ്പം ഈ ഒരു വീഡിയോ എടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊരു എന്താ പറയുക, ലൈക്ക് കൂട്ടാനോ കമൻറ്റ് കൂട്ടാനോ സബ്സ്ക്രൈബ് കൂട്ടാനോ അങ്ങനെ ആയിട്ടൊന്നുമല്ല കേട്ടോ. ഇതിപ്പം എനിക്ക് പേഴ്സണലി ഉണ്ടായ ഒരു ദുരനുഭവം ഞാൻ നിങ്ങളിലേക്ക് പങ്കുവെക്കുകയാണ്. അപ്പോൾ വേറെ ഒന്നുമല്ല, എന്നെ നിങ്ങൾക്ക് പലർക്കും അല്ല, കുറച്ച് പേർക്കൊക്കെ അറിയാൻ പറ്റും. എൻ്റെ പേര് നൂർജഹാൻ. എൻ്റെ വീട് വന്നിട്ട് പള്ളുരുത്തിയിലാണ്. ഹോം ടൗൺ മട്ടാഞ്ചേരിയാണ്, കൊച്ചി തന്നെയാണ്. പക്ഷേ ഇപ്പോൾ വാടകയ്ക്ക് താമസിക്കുകയാണ്. പള്ളുരുത്തിയിലാണ് വാടകയ്ക്ക് താമസിക്കുന്നത്. പള്ളുരുത്തി കച്ചേരിപ്പടി ആ ഒരു ഭാഗത്തായിട്ടാണ്. അപ്പോൾ ഞാൻ വർക്കിന് പോകുന്നതെന്ന് വെച്ചാൽ ഇപ്പോൾ ഇവൻറ്റ് മാനേജ്മെൻറ്റിൻ്റെ വർക്കിനും ജൂനിയർ ആർട്ടിസ്റ്റായിട്ടും ഇടയ്ക്ക് ഇത് രണ്ടും ഇങ്ങനെ മാറി മാറി ചെയ്യും. പിന്നെ ഇടയ്ക്ക് പ്രൊമോഷൻ വർക്കുകൾ കാര്യങ്ങൾ അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. അപ്പം ഇതാണ് ഇപ്പം ഞാൻ പോയിക്കൊണ്ടിരിക്കുന്ന ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാൻ പറ്റും. ഇപ്പം ഷൂട്ടിംഗ് ആണെങ്കിലും കല്യാണം ആണെങ്കിലും ഇപ്പം പല സ്ഥലത്തായിട്ടായിരിക്കും വർക്ക് വരുന്നത്. അപ്പോൾ ഈ ഒരു വർക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന സ്ഥലത്ത് നമ്മൾ പോയി ചെയ്യേണ്ട ഒരു വർക്കാണ്. അപ്പോൾ എനിക്കങ്ങനെ പല സ്ഥലങ്ങളിൽ പോകേണ്ടി വന്നിട്ടുണ്ട്. അപ്പം അങ്ങനെ ഒരു വർക്കിൻ്റെ യാത്രയുടെ ഇടയിൽ വെച്ച് എനിക്കൊരു ആക്സിഡൻറ്റ് ഉണ്ടായി. അപ്പോൾ ആക്സിഡൻറ്റ് ഉണ്ടായത് അന്നത്തെ ദിവസം ഞാൻ രണ്ടൊന്ന് ഫോട്ടോ എടുത്തിട്ട് ഇൻസ്റ്റഗ്രാമിലും വാട്സപ്പിലൊക്കെ ആയിട്ട് സ്റ്റാറ്റസ് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ജസ്റ്റ് ഇട്ടതാണ്. അപ്പം ആക്സിഡൻ്റ് ആയി. അതിൻ്റെ ആ ഒരു ആക്സിഡൻറ്റിൽ തുടർന്നുണ്ടായ എനിക്ക് കുറച്ച് ദുരനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് ആ ആക്സിഡൻറ്റിനെ തുടർന്ന്. അപ്പം അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ പറയാനായിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത്. അപ്പം ആക്സിഡൻ്റ് ആയത് എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇടുക്കി ജില്ലയിൽ ചേലച്ചുവട് എന്നുള്ള ഒരു ഭാഗത്ത് വെച്ചിട്ടാണ്. അപ്പോൾ ചേലച്ചുവട് ജംഗ്ഷൻ എത്തണ്ട അതിനു മുമ്പായിട്ടാണ് എനിക്ക് ആക്സിഡൻറ്റ് ഉണ്ടായിട്ടുള്ളത്. അപ്പം അതെങ്ങനെയായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ കറക്റ്റായിട്ട് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുമെന്നറിയില്ല. ഞാൻ അവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നോർമലി ചെറിയ വഴികളാണ്. മീൻസ് ബസ് പോകും, പക്ഷേങ്കിൽ ഒത്തിരി ഗ്യാപ്പോ കാര്യങ്ങളൊന്നുമില്ല. അത് ടാറിട്ട ഇടം തന്നെ ഒത്തിരി ഗ്യാപ്പോ കാര്യങ്ങളോ അങ്ങനെ ഇച്ചിരി ഡിസ്റ്റൻസോ കാര്യങ്ങളോ വലിപ്പമൊന്നും ഇല്ല. അപ്പം ഞാൻ പോയിക്കൊണ്ടിരിക്കെ ഞാൻ സൈഡ് ചേർന്ന് പോയത്. എൻ്റെ എതിർവശത്ത് നിന്ന് ഒരു ചെറിയ കാറ് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ പുറകിൽ നിന്ന് ഒരു വലിയ കാറ്, അതായത് കാറിൻ്റെ പേര് ടവേരയുടെ കാറായിരുന്നു. ഈ കാറ് എന്താ ചെയ്തതെന്ന് വെച്ചാൽ എൻ്റെ വലത്തേ സൈഡിൽ കൂടെ കയറി ആ കാറിനെയും എന്നെയും തട്ടാത്ത വിധത്തിൽ ആ ഗ്യാപ്പിൽ കൂടെ എടുത്ത് ഇങ്ങനെ എടുത്ത് പോണ ലെവലിലേക്ക് ആള് വണ്ടി എടുത്ത്. അപ്പം കാറിനെയും തട്ടാൻ പാടില്ല, എന്നെയും തട്ടാൻ പാടില്ല. ആ ഒരു ഗ്യാപ്പിൽ കൂടെ ആൾക്ക് പോവുകയും വേണം. അങ്ങനെ ആൾ ആ ചെറിയ റോട്ടിൽ ഈ ഒരു സാഹസം കാണിച്ച് ആ ഒരു ഗ്യാപ്പിൽ കൂടെ അങ്ങനെ എടുത്ത്. പക്ഷെങ്കിൽ ഞാൻ ഓൾറെഡി മൂവിങ് ആണ് ഫ്രണ്ടിലേക്ക്. സോ ഇയാളുടെ കാറ് വന്ന സമയത്ത് ഞാൻ വെട്ടിക്കാൻ എനിക്ക് ഗ്യാപ്പില്ല. മീൻസ് റൈറ്റ് സൈഡിൽ ഇയാളുടെ കാറിൻ്റെ ഓവർടേക്ക് ചെയ്യുന്നുണ്ട്, ലെഫ്റ്റ് സൈഡിൽ ഗ്യാപ്പ് ഉണ്ടായിരുന്നെങ്കിൽ തീർച്ചയായും ഞാൻ ഒതുക്കി കൊടുത്തേനെ. പക്ഷെങ്കിൽ അവിടെ ഒരു ഗ്യാപ്പും ഇല്ല, എനിക്ക് പിന്നെ വേറൊരു ഓപ്ഷനും ഇല്ല. അപ്പം ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളി ഹോൺ അടിക്കുകയും ഒന്നും ചെയ്യാണ്ട് പെട്ടെന്ന് എടുത്ത പോക്കായിരുന്നു. ആ ഒരു ഇടുപ്പിൽ പുള്ളിയുടെ വണ്ടി തട്ടി എൻ്റെ വണ്ടി മറിഞ്ഞ് വീണ്. അയാൾ സ്പീഡിൽ എടുത്തുകൊണ്ടിട്ട് തന്നെ വണ്ടി വീണ് ഞാൻ വണ്ടിയുടെ കൂടെ കുറച്ചധികം ഉരഞ്ഞ് ഫ്രണ്ടിലേക്ക് പോയിട്ടാണ് വീണത്. അങ്ങനെ എനിക്ക് ഒരുപാട് പരിക്ക് പറ്റി. ഫ്രാക്ചറായിട്ട് ഒടിവൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷെങ്കിൽ ഇതൊക്കെ കണ്ടോ, ഈ കൈയൊക്കെ കണ്ടോ, കൈയിൻ്റെ ഇത് കണ്ടോ, രണ്ട് കൈയും നന്നായിട്ട് ഉരഞ്ഞ് പൊട്ടിയിട്ടൊക്കെ ഉണ്ട്. കണ്ടോ, ഇങ്ങനെ ഉരഞ്ഞ് പൊട്ടിയിട്ടൊക്കെ ഉണ്ട് നല്ല കണക്ക്. അതേപോലെ വലത്തേ കാലിൻ്റെ മുട്ടും ഉപ്പൂറ്റിയുടെ കണ്ണഭാഗമില്ലേ, ആ ഒരു താഴെ ആ കണ്ണഭാഗത്തിനും നല്ലോണം പരിക്ക് വെച്ചിട്ടുണ്ട്. പിന്നെ എൻ്റെ ഷോൾഡറിൻ്റെ ഇവിടെയും ഉരഞ്ഞിട്ടുണ്ട്. അപ്പം ഞാനിട്ട വസ്ത്രമൊക്കെ ഡ്രസ്സെല്ലാം ഇതായിട്ടുണ്ട്, കീറിപ്പോയിട്ടുണ്ട്. എൻ്റെ കൈയിൻ്റെ ഇവിടുത്തെ ഡ്രസ്സൊക്കെ കീറിപ്പോയിട്ടുണ്ട്. പക്ഷെ കൈ നല്ല അടിച്ചുകൊണ്ട്, കൈക്കപ്പം മുറിവോ കാര്യങ്ങളൊന്നുമില്ല, പക്ഷെങ്കിൽ അടിച്ചുകൊണ്ട് അതിൻ്റെ വേദനയുണ്ട്. ഇവിടെയും നല്ല വേദനയുണ്ട്. കൈ പൊക്കാനും ഇതാക്കാനൊന്നും പറ്റത്തില്ല. എനിക്ക് ഒറ്റയ്ക്ക് ഡ്രസ്സ് മാറാനൊന്നും പറ്റത്തില്ല. പിന്നെ കാലാണെങ്കിൽ നല്ലപോലെ കുത്തി നടക്കാൻ പറ്റത്തില്ല. പിന്നെ എൻ്റെ തൊടയുടെ അവിടെയൊക്കെ നല്ല വേദനയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെയും ഇവിടെയൊക്കെ ആയിട്ട് നല്ല ചതവൊക്കെ ഉണ്ട്. അപ്പം ഇന്ന പോലെ ഇടിച്ച്
വീണ് ആ സമയത്ത് പുള്ളി വണ്ടി നിർത്തി, ആ ഓപ്പോസിറ്റിൽ നിന്ന് വന്ന ചെറിയ കാറുകാർ അവരും വണ്ടി നിർത്തി, അവർ വന്ന് ഈ പുള്ളിയും വന്ന് അപ്പോഴത്തേക്കും അതിൽ കൂടെ പാസ് ചെയ്ത് പോയ കുറച്ച് പേരും കൂടി വന്ന്. അപ്പോൾ അവിടെ എന്ന് വെച്ചാൽ അധികം ആളോ തിരക്കോ കാര്യങ്ങളൊന്നും ഇല്ലാത്ത റോഡാണ്. മീൻസ് കടകളും ഇല്ല, അപ്പുറം വീടുകളും ഇല്ല. വീടുള്ളതാണെങ്കിൽ കുറച്ച് താഴത്തോട്ടായിട്ടാണ് ഒരു വീടുള്ളത്. അപ്പം അവിടെ നിന്ന് ആൾ വന്നു. ഞാൻ അതൊന്നും കണ്ടിട്ടില്ല, കാരണം ഞാൻ ആ ആക്സിഡൻ്റ് ആയി ഞാൻ വീണ എനിക്ക് എണീക്കാൻ പോലും പറ്റണില്ല. ഞാൻ ഇപ്പം എൻ്റെ ബാക്കിലാണ് എൻ്റെ വണ്ടി കിടന്നിരുന്നത്, പക്ഷെ എനിക്ക് അതുപോലും എനിക്ക് നോക്കാൻ പറ്റിയിട്ടുണ്ടായില്ല. പിന്നെ എൻ്റെ കണ്ണിൻ്റെ ഇവിടെയും ഇത് കണ്ടോ, ഇവിടെയും ഇത് മുറിവ് പറ്റിയിട്ടുണ്ട്. അപ്പം കണ്ണ് തുറക്കി അടയ്ക്കുകയും ചെയ്യുമ്പോൾ നല്ല വേദനയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ആദ്യത്തെ ദിവസം ബോഡി പെയിൻ ആയിട്ടൊന്നും ഉണ്ടായില്ല. ഇപ്പം ഇന്ന് ആക്സിഡൻ്റ് ആയ ഇന്ന് 3ാമത്തെ ദിവസമാണ്. അപ്പം നല്ല ബോഡി പെയിനും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഡ്രസ്സ് ഒറ്റയ്ക്ക് പൊക്കാൻ പറ്റത്തില്ല, മര്യാദക്കൊന്ന് വെള്ളം ഒഴിച്ച് കുളിക്കാൻ പറ്റത്തില്ല. അങ്ങനത്തെ ഇത് കണ്ടോ, കൈ ഫുള്ള് നനയ്ക്കാൻ പറ്റത്തില്ല, നനയ്ക്കാൻ പേടിയാണ് എനിക്ക്. അതുമല്ല കൈ ഒന്നും കറക്റ്റായിട്ട് എന്താ പറയുക, എനിക്ക് കൈ കൊണ്ടൊന്നും കറക്റ്റായിട്ട് എനിക്ക് ചെയ്യാൻ പറ്റണില്ല. അപ്പം ഇത്രയും കാര്യങ്ങൾ എനിക്ക് പറ്റി. എൻ്റെ ഇവിടെ പറ്റി, ഷോൾഡർ പറ്റി, കൈ ഇത് പറ്റി, എൻ്റെ ഇവിടെ പറ്റി, പിന്നെ കാലിൻ്റെ മുട്ട് പറ്റി, കാലിൻ്റെ താഴെ കണ്ണഭാഗത്ത് പറ്റി. അത്രയും ഭാഗത്ത് എനിക്ക് നന്നായിട്ട് ഒരഞ്ഞു പൊട്ടിയിട്ടുണ്ട്. പിന്നെ എനിക്ക് ബോഡി പെയിനും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പം ഇന്ന് ബോഡി പെയിനും കാര്യങ്ങളും, ഇന്നലെയും ബോഡി പെയിനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എത്രയും കാര്യങ്ങൾ സംഭവിച്ചു. അപ്പോൾ വണ്ടി നിർത്തി ഇവർ വന്ന് വഴി കൂടെ പാസ് ചെയ്ത് പോയ 2-3 പേരും കൂടി വന്ന്. കറക്റ്റ് ആരൊക്കെ വന്നാന്നറിയില്ല. എന്നിട്ട് അവരും പിടിച്ചിട്ട ആളും വേറെ ചേച്ചിമാരൊക്കെ പിടിച്ചിട്ട് പുള്ളിയുടെ വണ്ടിയിൽ കയറ്റി നേരെ ഹോസ്പിറ്റലിൽ പോവുകയാണ് ചെയ്തത്. അപ്പം ആ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരു ചേച്ചി എൻ്റെ കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. ചേച്ചി എൻ്റെ കൂടെ വന്നു, ഹോസ്പിറ്റലിൽ ചെന്ന് CSI ESI അങ്ങനെ എന്തോ ഒരു ഹോസ്പിറ്റലിലാണ് ആദ്യം പോയത്, ചേലച്ചൂടുള്ള. അപ്പോൾ അവിടെ ചെന്നപ്പോൾ അവർ ഇത് വൗണ്ട്സ് എല്ലാം ക്ലീൻ ചെയ്ത് തന്ന്. പിന്നെയാണെന്നുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് കണ്ണിൻ്റെ ഇവിടെ നോക്കിയിട്ട് ഇവിടെ കുറച്ച് സീരിയസ് ഇഞ്ചുറി പോലെ അവർക്ക് ഫീൽ ചെയ്തിട്ട് അവർ ഐ സ്പെഷ്യലിസ്റ്റിനെ കാണിക്കാൻ പറഞ്ഞിട്ട് ഇടുക്കിയിലെ മറ്റേ ചെറുതോണിയിലുള്ള ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലേക്ക് എന്നെ റെഫർ ചെയ്തു. അങ്ങനെ റെഫർ ചെയ്ത് അവിടുന്ന് പിന്നെ അങ്ങോട്ടേക്ക് പൊക്കോളാൻ പറഞ്ഞു. അപ്പം ചേച്ചിക്ക് ജോലിക്ക് പോകണമായിരുന്നു. അപ്പം ചേച്ചീനെ പോണ വഴിക്ക് ജോലി സ്ഥലത്ത് ഇറക്കി വിട്ട്. അപ്പം ചേച്ചിയുടെ കയ്യിൽ എൻ്റെ ഒരു ഹെൽമെറ്റും ഉണ്ട്. അപ്പം ചേച്ചി നമ്പർ വാങ്ങിച്ചിട്ടുണ്ട്, അപ്പം വിളിക്കാം എന്ന് പറഞ്ഞു എൻ്റെ അടുത്ത്. അപ്പം അങ്ങനെ ഹെൽമെറ്റ് ചേച്ചിയുടെ കയ്യിലായിരുന്നു. അപ്പം അങ്ങനെ ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് പോകണമായിരുന്നു. അപ്പം ആ വണ്ടി ഇടിച്ച് ആക്സിഡൻ്റ് ആയ ചേട്ടൻ ആ പുള്ളിയുടെ വൈഫിനെ വിളിച്ച് വരുത്തി. പോകുന്ന വഴി തന്നെയായിരുന്നു അവരുടെ വീട്, ഉപ്പുതോട് എന്ന് പറയുന്ന സ്ഥലത്താണ് അവരുടെ വീട്. അവിടെ നിന്ന് വൈഫിനെ വിളിച്ചു വരുത്തി. വൈഫ് വന്നു, വൈഫും കാറിൽ കയറി. അങ്ങനെ ഞങ്ങൾ 3 പേരും കൂടി ആ ഗവൺമെൻറ് ഹോസ്പിറ്റലിലേക്ക് പോയി. അവിടെ ചെന്ന് ഡോക്ടറെ കാണിച്ചു, കാഷ്വാലിറ്റിയിൽ കാണിച്ചു. അപ്പോൾ ഡോക്ടർ എൻ്റെ അടുത്ത് ഡയറക്റ്റ് ഇൻട്രാക്ഷൻസ് ഒക്കെ കുറവായിരുന്നു. അതായത് എനിക്കൊരു ഡയറക്ഷൻസും കാര്യങ്ങളൊന്നും തന്നില്ല. ഇന്ന പോലെ ഇന്ന ചെയ്യണം, അത് ചെയ്യണം, വെള്ളം തട്ടാൻ പാടില്ല, ഇല്ലെങ്കിൽ അങ്ങനെ ചെയ്യാൻ പാടില്ല, എത്ര നാൾ റെസ്റ്റ് എടുക്കണം, ഇന്ന പോലെ റെസ്റ്റ് എടുക്കണം, ഇങ്ങനത്തെ ഒരു ഡയറക്ഷൻസ് എനിക്ക് തന്നിട്ടില്ല. ഡയറക്റ്റ് ഇൻട്രാക്ഷൻ പോലും കുറവായിരുന്നു. കാരണം ഒരു ഇച്ചിരി ഗ്യാപ്പ് ഇട്ടിട്ടായിരുന്നു നിന്ന് ഡോക്ടർ സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഷോൾഡറിൻ്റെ ഇവിടെ പൊട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് വന്നിട്ട് ഇവിടെ നോക്കി, ഇങ്ങനെ തൊട്ട് നോക്കി. മീൻസ് എൻ്റെ എല്ലിന് എന്തെങ്കിലും ചതവോ ഇതുണ്ടോ നോക്കാനായിരിക്കും ചിലപ്പോൾ. ഫസ്റ്റ് തന്നെ എനിക്ക് എക്സ്റേ എടുക്കാനായിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞിട്ട് അങ്ങനെ എക്സ്റേ എടുത്ത് ഇവിടെയും കാലിൻ്റെ അവിടെ എല്ലായിടത്തും എക്സ്റേ എടുത്ത് ഒരു 9ഓളം എക്സ്റേ, 9, 8, 7 അത്രയെങ്ങാണ്ട് എക്സ്റേ എടുത്തിട്ടുണ്ട് എന്തായാലും. അപ്പം അവിടുത്തെ ഹോസ്പിറ്റൽ ചിലവും കാര്യങ്ങളൊക്കെ അവർ അടച്ചത് എത്ര 1000 സംതിങ് എന്തോ ആയിട്ടുള്ളൂ. അപ്പം അങ്ങനെ 1050 രൂപ എക്സ്റേക്ക് ആയി. പിന്നെ എന്തോ ചില്ലറ എന്തോ മറ്റേ നമ്മൾ കാഷ്വാലിറ്റിയിൽ എന്തോ കൊടുക്കണം തോന്നുന്നു, അങ്ങനെ എന്തോ. പക്ഷെ ഗവൺമെൻറ് ഹോസ്പിറ്റലാട്ടോ. അപ്പം അത്രയും രൂപ അവിടെ ചിലവായി. അപ്പം അവർ തന്നെ അത് കൊടുക്കുകയും ചെയ്തു. അപ്പോൾ വൈഫ് ഉണ്ടായിരുന്നു കൂടെ ഹോസ്പിറ്റലിൽ, എന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കൊണ്ടുവരുന്നതൊക്കെ വൈഫ് തന്നെയാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ അവിടെ നിന്ന് ഇറങ്ങി ഫുഡ് വാങ്ങിക്കാനായിട്ട് ഒരു ഇച്ചിരി കഴിച്ചോളൂ. പിന്നെ ഞാൻ മതിയാക്കി. അങ്ങനെ അവിടെ നിന്ന് റിട്ടേൺ പോന്ന് നേരെ ചേച്ചീനെ ഇറക്കി വിട്ടു. വീട്ടിലേക്ക് ചേച്ചീനെ വിട്ടു. അത് കഴിഞ്ഞ് പിന്നെ നേരെ ഇവിടെ പോന്നു, നമ്മളെ വണ്ടി ആക്സിഡൻ്റ് ആയ സ്ഥലത്തേക്ക് വന്ന്. അപ്പം അവിടെ വന്ന് അപ്പം അതിൻ്റെ ഇടയിൽ ഇവർ പിന്നെ ഭയങ്കര സംസാരവും കാര്യങ്ങളൊക്കെ ആട്ടോ. കാരണം എന്ന് വെച്ചാൽ പുള്ളിക്കാരൻ്റെ വൈഫ് വർക്ക് ചെയ്തിരുന്നത് ആ ഒരു ഹോസ്പിറ്റലിലായിരുന്നു എന്ന് അവർ പറഞ്ഞു. അപ്പം ഡോക്ടറാണെങ്കിൽ എൻ്റെ അടുത്ത് ഡയറക്റ്റ് ഇൻട്രാക്ഷൻസും ചെയ്തിട്ടില്ല, കാര്യങ്ങളൊന്നും ഇല്ല. എൻ്റെ അടുത്ത് നമ്മളൊരു ഡോക്ടറെ കണ്ടിട്ട് പോകുമ്പോൾ ഡോക്ടർ നമ്മളോട് കുറച്ച് കാര്യങ്ങൾ നമ്മളോട് പറയും. ഇന്ന കാര്യങ്ങൾ ചെയ്യരുത്, ഇന്ന കാര്യങ്ങൾ ഫോളോ ചെയ്യുക, ഇന്ന കാര്യങ്ങൾ ചെയ്യണം എന്നൊക്കെ നമുക്ക് ഡയറക്ഷൻസ് തരും. പക്ഷേങ്കിൽ ഈ ഒരു ഡോക്ടർ എന്ന് പറഞ്ഞാൽ എനിക്ക് അങ്ങനത്തെ ഒരു ഡയറക്ഷൻസോ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല.
ഒടിവൊന്നും ഇല്ലാന്ന് പറഞ്ഞു. എക്സ്റേ എടുത്ത് കാണിച്ചിട്ട് ഒടിവൊന്നും ഇല്ലാന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു നടന്നോളാൻ പറഞ്ഞു. എനിക്ക് നടക്കാൻ പറ്റണ്ടായില്ല, എന്നാലും എൻ്റെ അടുത്ത് നടന്നോളാൻ പറഞ്ഞു. പിന്നെ ഞാൻ വിചാരിച്ചു നടന്നു കഴിഞ്ഞാലല്ലേ അത് ആ ഒരു വേദനയും കാര്യങ്ങളൊക്കെ മൂവ് ഓൺ ആയിട്ട് പോകുള്ളൂ, അത് ഓക്കെ ആയി പോകുള്ളൂ എന്ന് വിചാരിച്ചു. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഡോക്ടറിൻ്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനത്തെ കുറച്ച് ഇതൊക്കെ ഉണ്ടായിരുന്നു. അത് ഞാൻ അപ്പോഴത്തെ എൻ്റെ ഒരു മൈൻഡ് കേട്ട് ഞാൻ അത്രയും ശ്രദ്ധിച്ചിട്ടുണ്ടായില്ല. പിന്നെ അത് കഴിഞ്ഞ് വന്നപ്പോഴാണ് ഞാൻ ഈ വക കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്യണത്. കാരണം സത്യം പറഞ്ഞാൽ എനിക്ക് ആക്സിഡൻറ്റ് എൻ്റെ ലൈഫിൽ ആദ്യത്തെ ആക്സിഡൻ്റ് ആയിരുന്നത്. അപ്പം മൊത്തത്തിൽ പറഞ്ഞാൽ ആകെ മൈൻഡ് കട്ടായിരുന്നു. എനിക്ക് ആകെ ഒരു ഓർമ്മ ഉള്ളതെന്ന് വെച്ചാൽ ഇവിടെ നിന്ന് ഞാനിങ്ങനെ ഒരഞ്ഞങ്ങാ പോയി. ഹെൽമെറ്റ് വെച്ചിട്ടുണ്ടായിരുന്നില്ല, വെച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ ഒരഞ്ഞങ്ങ് പോയി. അത് മാത്രം എനിക്ക് നല്ല ഓർമ്മയുണ്ട്. എന്നിട്ട് ഞാൻ കുറച്ചു നേരം അവിടെ ഇരിക്കണം, എനിക്ക് എണീക്കാൻ പറ്റണില്ല, അവിടെ ഇരിക്കണം. അപ്പം അങ്ങനെ ഡോക്ടർ വന്ന് പോയി. അപ്പം അവർ തമ്മിൽ സംസാരവും കാര്യങ്ങളൊക്കെ ആയി. കേസ് കൊടുക്കണോ ഇല്ലെങ്കിൽ കേസ് കൊടുക്കണ്ടേ, എന്താണ് കേസ് കൊടുത്ത് എങ്ങനെയാണ് എന്നൊക്കെ ഉള്ള സംസാരവും കാര്യങ്ങളൊക്കെ അവരവിടെ സംസാരിച്ചു. വൈഫും കാര്യങ്ങളൊക്കെ, വൈഫ് ഓൾറെഡി അവിടെ നിന്നില്ല. അപ്പോൾ അവർക്ക് പരിചയമുള്ള ആൾക്കാരുടെ രീതിയിൽ അത് സംസാരവും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് ഓൾറെഡി. അപ്പം ഞാൻ അപ്പോഴും വിളിച്ചേറിൽ അവിടെ ഇരിക്കുകയാണ്, നടക്കാൻ വയ്യാണ്ട്. അത് കഴിഞ്ഞ് പിന്നെ അവർ സംസാരിച്ചൊക്കെ കഴിഞ്ഞിട്ട് എൻ്റെ അടുത്ത് ചോദിച്ചു എന്താണ് കേസ് കൊടുക്കാനാണോ ഇല്ലെങ്കിൽ ഏതായാലും അവർക്ക് പ്രശ്നമില്ല എന്നുള്ള ലെവലിൽ അവർ സംസാരിച്ചു. അപ്പം ഞാൻ പറഞ്ഞ് നിങ്ങൾ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, കേസ് കൊടുക്കണ്ട എന്നുള്ളത് ഞാനും പറഞ്ഞായിരുന്നു. അങ്ങനെ ഇപ്പോൾ കേസ് കൊടുത്തില്ലെങ്കിലും ഹോസ്പിറ്റലിൽ ആക്സിഡൻറ്റ് കേസായിട്ട് വരുമ്പോൾ ഇൻറ്റിമേഷൻ എന്നുള്ളൊരു പ്രോസസ്സ് ഉണ്ട് അവിടെ. ആ ഒരു സംഭവം എന്തായാലും ചെയ്യും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇൻറ്റിമേഷൻ പോയിട്ട് ഞങ്ങൾ അപ്പോൾ അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ അവിടെ നിന്ന് ഇൻറ്റിമേഷൻ കൊടുക്കും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കേസല്ല അത്, ഇൻറ്റിമേഷൻ, ജസ്റ്റ് ഒരു ഇൻഫർമേഷൻ പോലെ. അപ്പോൾ അങ്ങനെ കൊടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ തിരിച്ച് വൈഫ് പോയി. അപ്പം എന്നോട് ചോദിച്ച് എന്താണ് കേസ് കൊടുക്കണുണ്ടോ ഇല്ലയോ. അപ്പം ഞാൻ പറഞ്ഞില്ല, നിങ്ങൾ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ വണ്ടിയുടെ അവിടെ ചെന്നപ്പോൾ വണ്ടിക്ക് സെൽഫ് പോയി. വണ്ടിയുടെ സെൽഫ് നശിഞ്ഞു പോയി. അതായത് വണ്ടിയുടെ സെൽഫ് വർക്ക് ചെയ്യണില്ല. അതുപോലെ തന്നെ താഴത്ത് കാല് വെക്കണ പെടലുണ്ടല്ലോ, പുറകിലിരിക്കുന്ന ആൾക്ക് കാല് വെക്കാനുള്ള പെടൽ, അത് പൂർണ്ണമായിട്ടും നശിച്ചു പോയി. പിന്നെ സ്ക്രാച്ചസ് നല്ലപോലെ ആയിട്ടുണ്ട് ഫ്രണ്ടിലും ബാക്കിലും ആയിട്ട്. അതുപോലെ തന്നെ ബ്രേക്കിനും എന്തോ കാര്യമായിട്ട് പറ്റിയിട്ടുണ്ട്. കാരണം ബ്രേക്കൊന്നും ഒരു പ്രോബ്ലം ഇല്ലാണ്ടിട്ടാണ് ഞാൻ ചെറുതോണിയിലായിരുന്നു എൻ്റെ വർക്ക്. അന്നത്തെ ചെറുതോണിയിലേക്ക് യാത്ര തിരിച്ചത്. അപ്പം ബ്രേക്കിനൊന്നും ഒരു കുഴപ്പവും ഉണ്ടായില്ല. അപ്പം ആ ഒരു ബ്രേക്ക്, ഇടത്തെ സൈഡിലുള്ള ബ്രേക്ക് വർക്കിംഗ് അല്ലാത്തൊരു രീതിയിലേക്കും പോയി. അങ്ങനെയൊക്കെ കുറച്ച് പറ്റി. പിന്നെ മിററിൻ്റെ പൊസിഷൻ പോയി. അപ്പം അത് എന്തോ കറക്റ്റ് ആവണില്ലാത്ത രീതിയിലായിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ. അപ്പം വണ്ടിക്ക് കൂടുതലായിട്ട് കംപ്ലൈൻറ്റോ കാര്യങ്ങളൊന്നും ഉണ്ടായില്ല. എനിക്കാണ് കൂടുതലും പറ്റിയത്. ഞാനാണ് ഒരങ്ങി പോയതും കാര്യങ്ങളൊക്കെ. വണ്ടിക്ക് വലിയ കംപ്ലൈൻ്റ് ഒന്നുമില്ല, ഓടിക്കണ കണ്ടീഷൻ തന്നെയായിരുന്നു. അങ്ങനെ വണ്ടിയുടെ അടുത്ത് വന്ന് അപ്പോൾ വണ്ടിയുടെ താക്കോലും വണ്ടിയൊക്കെ അവിടെ റോട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. താക്കോല് അതിൻ്റെ സൈഡിൽ ഞാൻ വീടിൻ്റെ അടുത്ത് താഴെ തന്നെ ഒരു വീടുണ്ടായിരുന്നു, ആ വീട്ടുകാരുടെ അടുത്തായിരുന്നു താക്കോലും. അങ്ങനെ ഞങ്ങൾ ചെന്നു, അവർ വന്നു, താക്കോല് വന്ന്. പിന്നെ അവിടെ സംസാരം തുടങ്ങി. അപ്പം ഞാൻ ഫസ്റ്റ് ചിരിച്ച് കളിച്ച് നിന്നിട്ടാണ് സംസാരിച്ചത്. കാരണം പുള്ളി മനഃപൂർവ്വം വന്ന് ഇടിച്ചതല്ല. ഓക്കെ, ഐ നോ, എനിക്കറിയാം. അപ്പം എന്താ പറയുക, ആള് അറിഞ്ഞ് സഹായിക്കേണ്ടത് ആളുടെ ഒരു മര്യാദ. കാരണം ആള് വഴിയാണ് എനിക്ക് അപകടം ഉണ്ടായത്. ഇപ്പം ആ അപകടം ഉണ്ടായിരുന്നില്ലായിരുന്നെങ്കിൽ ഇപ്പം എനിക്ക് അന്നത്തെ വർക്ക് അതിൻ്റെ അടുത്ത ദിവസം എനിക്ക് വർക്ക് ഉണ്ടായിരുന്നു. ഇനി അങ്ങോട്ട് വർക്കുകൾ ഉണ്ടെങ്കിൽ അത് എടുക്കാൻ ഞാൻ നിൽക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. കാരണം എനിക്ക് ഇപ്പം ലോണാണെങ്കിലും പിന്നെ വീട്ടിലെ ചിലവാണെങ്കിലും വാടകയാണെങ്കിലും, ഞാൻ ഓൾറെഡി ആദ്യം പറഞ്ഞ വാടകയ്ക്കാണ് താമസിക്കുന്നത്, വാടകയാണെങ്കിലും വീട്ടിലെ ചിലവ് എല്ലാം ഞാൻ നോക്കുന്ന വ്യക്തിയാണ്. അപ്പോഴാണെന്നുണ്ടെങ്കിൽ എനിക്കിപ്പോൾ ഈ ഒരു ആക്സിഡൻറ്റ് കൊണ്ട് എനിക്കിതൊക്കെ നഷ്ടമായി. എനിക്ക് അത്രയും ദിവസം എനിക്കിനിയിപ്പോൾ ഈ കൈയൊക്കെ വെച്ച് എനിക്ക് എങ്ങനെ വർക്കിന് പോകാൻ പറ്റും? എനിക്ക് നേരെ ഇപ്പോൾ 3ാമത്തെ ദിവസം, എന്നിട്ട് പോലും എൻ്റെ കൈയും കാലും മര്യാദയ്ക്ക് എനിക്ക് വർക്ക് ചെയ്യണില്ല. എൻ്റെ കൈയും കാലും ഒക്കെ അത്രത്തോളം പെയിൻ ഞാൻ അനുഭവിക്കണമുണ്ട്. അപ്പം ഞാൻ ഫസ്റ്റ് ആ പുള്ളി ആദ്യം മുതലേ പറയുന്നുണ്ട് കോമ്പൻസേഷൻ ആണെങ്കിൽ അതും, അല്ലെങ്കിൽ പിന്നെ കേസാണെങ്കിൽ കേസും, ആൾക്ക് രണ്ടും കുഴപ്പമില്ലാന്ന് ഞാൻ പറഞ്ഞപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ചെയ്യുവാണെങ്കിൽ പിന്നെ കേസിൻ്റെ ആവശ്യമില്ലല്ലോ എന്ന് ഞാൻ പറഞ്ഞിട്ട് അങ്ങനെ അത് നിന്നാണ്. അത് കഴിഞ്ഞ് ഇവിടെ വന്നപ്പോൾ ഇയാളെ ഒന്നും മിണ്ടുന്നില്ല, പൈസയുടെ കാര്യത്തിനെ പറ്റി ഒന്നും സംസാരിക്കുന്നില്ല. അവിടെ നിന്ന് ഇവരൊക്കെ വന്നു, അതായത് വണ്ടിയുടെ കീഴുള്ള ആൾക്കാർ വന്നിട്ട് സംസാരിച്ച്, ആൾക്കാർ വന്നിട്ട് എന്നെല്ലാം സപ്പോർട്ട് ചെയ്ത് സംസാരിക്കണം, അയാളെ സപ്പോർട്ട് ചെയ്തിട്ട് സംസാരിക്കണം. എൻ്റെ അടുത്ത് പറയുക, മോളെ മനുഷ്യനല്ലേ, അപകടം ഉണ്ടാകൂലേ, അതൊക്കെ എല്ലാവർക്കും പറ്റണതല്ലേ എന്നുള്ള രീതിയിൽ എൻ്റെ അടുത്ത് സംസാരിക്കുക.
അപ്പം ഞാൻ പറഞ്ഞു ചേട്ടൻ ഇങ്ങനെ പറയുവാണെങ്കിൽ ഞാനും എനിക്ക് എൻ്റെതായ രീതിയിൽ ഞാൻ പറയും. കാരണം എന്ന് വെച്ചാൽ എനിക്കിപ്പോൾ ഈ അപകടം കൊണ്ടിട്ട് എനിക്കുണ്ടായ നഷ്ടം എത്രയാണെന്ന് ചേട്ടൻ അറിയും. അവർക്ക് ആർക്കും അറിയില്ല എൻ്റെ വീട്ടിലെ സിറ്റുവേഷൻ എന്താണെന്നും എനിക്ക് ലോൺ ഉണ്ടെന്നോ എനിക്ക് ഇല്ലെങ്കിൽ ഇന്ന പോലെയാണെന്നോ കാര്യങ്ങളോ ഒന്നും അറിയാൻ പാടില്ല. അപ്പം ആ ഒരു പുള്ളി കാറുള്ള ആ വ്യക്തിയുടെ അടുത്ത് സംസാരിക്കാതെ എൻ്റെ അടുത്ത് പറയുക, മോളെ അത് വിട്ട് കളഞ്ഞൂടെ, എല്ലാവർക്കും അപകടം പറ്റുന്നല്ലേ. അതിനുശേഷം എൻ്റെ ടോൺ മാറി. ഞാൻ പറഞ്ഞു ചേട്ടൻ എന്നെയാണ് വന്നിടിച്ചിട്ടത്, അറിഞ്ഞുകൊണ്ടല്ലായിരിക്കാം, പക്ഷെ ചേട്ടൻ അറിയാതെയാണെങ്കിലും എന്നെ ഇടിച്ചിട്ടപ്പോൾ എനിക്കുണ്ടായി ഇന്ന നഷ്ടങ്ങളുണ്ട്. അപ്പൊ ചേട്ടൻ എന്താ പറയാ അറിഞ്ഞുകൊണ്ട് അത് സഹായിക്കല്ലേ വേണ്ടത് എന്ന് ഞാൻ പറഞ്ഞ്. അപ്പൊ പുള്ളി ഒന്നും മിണ്ടണില്ല. എന്നെ ഇടിച്ചിട്ട ടവേരക്കാരനോ ഒരു വർത്താനവും പറയുന്നില്ല. അങ്ങനെ ലാസ്റ്റ് ടവേരക്കാരൻ ഒന്നും പറഞ്ഞില്ല. അത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞ് എന്നാ ശരി, ഇനിയിപ്പോൾ ഒന്നും സംസാരിക്കേണ്ട, എന്നാൽ കുഴപ്പമില്ല, മിണ്ടണില്ലെങ്കിൽ മിണ്ടാതിരുന്നു, ഞാൻ പോലീസിൽ കേസ് കൊടുത്തോളാം, കുഴപ്പമില്ല, കേസിൻ്റെ വഴിക്ക് പോയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടെ നിന്ന് വണ്ടി എടുത്തിട്ടുണ്ട്. എനിക്ക് കൈ പിടിക്കാൻ പറ്റുള്ള വണ്ടിയുടെ അകത്തൊക്കെ പൊട്ടിയിരിക്കട്ടാ. എനിക്ക് വണ്ടിയുടെ ഇങ്ങനെ പിടിക്കാൻ പറ്റണില്ല, എനിക്ക് വണ്ടി പിടിക്കാൻ പറ്റണില്ല, കാല് മര്യാദക്ക് കുത്താൻ പറ്റണില്ല. ഞാന് ഈ വണ്ടിയും പിടിച്ചിട്ട് സെൽഫും ഇല്ല, വണ്ടിക്ക് സെൽഫും ഇല്ല. എങ്ങനെയെങ്കിലും വണ്ടി ഓടിച്ച് പോകാന്ന് വിചാരിച്ച വണ്ടിക്ക് സെൽഫും ഇല്ല, കിക്കർ അടിക്കാൻ എന്നെ കൊണ്ട് പറ്റത്തുമില്ല. അങ്ങനെ ഞാൻ വണ്ടി കിക്കർ അടിക്കാൻ പറ്റിയില്ല. അപ്പൊ പുള്ളി വന്ന് വണ്ടിയിൽ എന്തോ പിടിച്ച്. ഞാൻ പറഞ്ഞു വേണ്ട, എന്നെ സഹായിക്കണ്ടേ, ഇനി ഞാൻ കേസ് കൊടുത്തോളാം, കുഴപ്പമില്ല. ഇത്രയും നേരം ചേട്ടനൊന്നും മിണ്ടിയില്ലല്ലോ. പുള്ളി എന്തോ കിക്കർ അടിക്കാൻ എന്തോ ഹെൽപ്പ് ചെയ്യാൻ വന്നതാണ്. ഞാൻ പറഞ്ഞു വേണ്ട, ഇനി തൊടണ്ട എന്ന് പറഞ്ഞിട്ട് ഞാൻ ആ വണ്ടി എടുത്തോണ്ട് ഞാൻ അങ്ങോ എൻ്റെ ഹെൽമെറ്റ് ഇരിക്കുവാണല്ലോ, ഹെൽമെറ്റ് എടുത്തിട്ട് വേണം പോലീസ് സ്റ്റേഷനിലേക്ക് പോകാൻ. പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് കംപ്ലൈന്റ് കൊടുത്തിട്ട് ആ വഴി വീട്ടിലേക്ക് പോകാന്നാണ് വിചാരിച്ചത്. അപ്പം ഞാൻ ഹെൽമെറ്റ് എടുക്കാൻ ആ ഒരു വഴിക്ക് പോയി. വണ്ടി പിടിച്ച് നടന്നാണ് പോയത്. കാല് വയ്യെങ്കിൽ പോലും ആ വേദന സഹിച്ച് കുത്തിയാണ് ഞാൻ നടന്നത്. വെയിറ്റ് ഉള്ള വണ്ടിയും വേണ്ടി എൻ്റെ കയ്യിൽ ഇതും ബാലൻസ് ചെയ്ത് ഞാൻ ആ കാല് നടക്കാൻ പറ്റാത്ത കാലും കൊണ്ട് കുത്തി ഞാൻ നടന്ന് ഞാൻ അങ്ങനെ പോയപ്പോഴത്തേക്കും വഴി ഞാൻ വിതുമ്പി കരഞ്ഞിട്ടാട്ടോ പോകുന്നത്. കാരണം വെച്ചാൽ എനിക്ക് ഓൾറെഡി ആക്സിഡന്റ് ആയപ്പോൾ തുടങ്ങി ഞാൻ നല്ലപോലെ കരയുമായിരുന്നു. വേദന എടുത്തിട്ട് കരയുമല്ല, എനിക്ക് ആ വർക്കിന് എനിക്ക് പോകാൻ പറ്റിയില്ലല്ലോ എന്ന് ഓർത്തിട്ടാണ് ഞാൻ കരയണത്. എനിക്ക് പോകാൻ പറ്റിയില്ല, എനിക്ക് പൈസ കിട്ടൂല. അത് മാത്രമല്ല ആ ഒരു വർക്കിന് ആ ലാസ്റ്റ് മിനിറ്റിൽ ഇപ്പൊ എനിക്ക് പോകാൻ പറ്റാണ്ടായ അവർക്ക് ഉണ്ടാകുന്ന ലോസും അതായത് എന്നെ വർക്കിന് വിളിച്ച ആയിത്താക്ക് ഇപ്പൊ ആ സമയത്ത് വേറൊരു പെൺകുട്ടീനെ കയറ്റാൻ പറ്റൂല. കാരണം വെച്ചാൽ ചെറുതോണി എന്ന് പറയുന്നത് ഇടുക്കിയിലൊക്കെ ഭയങ്കര ദൂരവും കാര്യങ്ങളും. ഇപ്പൊ ഒരാളെ സെറ്റ് ചെയ്യാനാണെങ്കിൽ തന്നെ 4-5 മണിക്കൂർ എറണാകുളത്ത് നിന്നാണെങ്കിലും എവിടെ നിന്നാണെങ്കിലും ഒക്കെ വരാൻ ടൈം എടുക്കും. അങ്ങനെ ആളെ സെറ്റ് ചെയ്യാൻ പറ്റൂല. ആ ഇത്താക്ക് വർക്ക് കൊടുത്ത മെയിൻ ക്ലയന്റ് ഇല്ലേ, വർക്ക് ഈ കല്യാണത്തിന്റെ ആ പരിപാടിയിലുള്ള വ്യക്തി വർക്ക് കൊടുക്കണത്, ആളുടെ അടുത്തുനിന്ന് ചീത്തയേക്കും. അപ്പൊ അത്രയും ലോസ് അവിടെ ഉണ്ടാകും. പിന്നെ ചിലപ്പോ ആ പുള്ളി ആയിത്താക്ക് ചിലപ്പോ ഇനി അങ്ങോട്ടുള്ള വർക്കുകൾ കൊടുത്തില്ല എന്ന് വരും. അത്രയും ലോസും കാര്യങ്ങളും ഉണ്ടാകും. അതിനെയും ആലോചിച്ച് എൻ്റെ അവസ്ഥയും കൂടി ഞാൻ ആലോചിച്ചു. എനിക്ക് 4-ാം തീയതി ലോണ്, 5-ാം തീയതി ലോണ്, പിന്നെ വാടക ചെലവ്, അത് ഇത് എല്ലാം, പിന്നെ വർക്കിന് പോകണമെങ്കിലുള്ള ട്രാവല്, പിന്നെ യാത്ര ചെയ്യാനുള്ള ക്യാഷും കാര്യങ്ങളും എല്ലാ എക്സ്പെൻസ് എല്ലാം എനിക്ക് ഒരു നിമിഷം ഞാൻ അതൊക്കെ ആലോചിച്ച് വിതുമ്പിക്കറിയാണ് ഞാൻ. അപ്പൊ ഞാൻ ഇതൊക്കെ ഇപ്പൊ ഇയാളിങ്ങനെ പറഞ്ഞപ്പോഴും ഞാൻ വണ്ടി എടുത്തോണ്ട് പോകുമ്പോ ഇതൊക്കെ ആലോചിച്ചിട്ട് ഞാൻ കരയുവാണ്. എൻ്റെ അത്രയും നിസ്സഹായമായ അവസ്ഥ ഓർത്ത് ഞാൻ കരഞ്ഞ് ഞാൻ വിതുമ്പി.